പ്രിയമുള്ളവരെ, വചനജ്വാല 1601 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 18 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 54 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. പുതിയ ജെറൂസലേം. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർമ്മിക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനമായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ പ്രശംസയാർജിക്കും. നീതിയിൽ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാൻ ആയിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലംപതിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു,
നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പ്രിസ്കായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ പ്രിസ്ക ഒരു കുലീന റോമൻ വനിതയായിരുന്നു. 275 വാളുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു. റോമിൽ വിശുദ്ധയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ പുണ്യവതിയുടെ പൂജാവിശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നു. ഒരു കർദിനാൾ അതിൻ്റെ വികാരിയുമാണ്. പാശ്ചാത്യ രക്തസാക്ഷിത്വ ചരിത്രങ്ങളിൽ വിശുദ്ധയുടെ നാമം കാണുന്നില്ലെങ്കിലും വിശുദ്ധ ഗ്രിഗറിയുടെ കൂദാശാക്രമത്തിൽ ആ പേര് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനാൽ പ്രിസ്ക രക്തസാക്ഷിത്വം പ്രശസ്തമായിരുന്നിരിക്കണം. വിയ ഓസ്തിയിൽ വെച്ച് പ്രിസ്ക ശിരച്ഛേദം ചെയ്യപ്പെട്ടുവെന്ന് ഐതിഹ്യമുണ്ട്. പ്രിസ്കായും പൗലോസ്ലീഹായുടെ ശിക്ഷയായ പ്രിഷില്ലായും തമ്മിൽ പേര് മാറിപ്പോകാറുമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ കന്യകയുടെ രക്തസാക്ഷിത്വം ചിലർ 1-ാം ശതാബ്ദത്തിലാണെന്ന് രേഖപ്പെടുത്തി കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധത പ്രകാശിപ്പിച്ച ഈ ധീര വനിതയുടെ മാതൃക സഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്. ഇന്ന് സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള അഷ്ടദിന പ്രാർത്ഥന ആരംഭിക്കുന്നു. അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് എപ്പിസ്കോപ്പൽ സഭയുടെ ഒരു ഹൈചർച്ച് ആംഗ്ലിക്കനായ ഫാദർ പോൾ ഫ്രാൻസിസ് 1908 ഇത് ആരംഭിച്ചത്. അദ്ദേഹം പരിഹാര സംഘത്തിൻ്റെ സ്ഥാപകനും ശ്രേഷ്ഠനുമായിരുന്നു. പിറ്റേ വർഷം ആ സഭയിലെ 17 അംഗങ്ങളും കത്തോലിക്ക സഭയിൽ ചേർന്നു. വിശുദ്ധ പത്താംബിയൂസ് ഐക്യവാര പ്രാർത്ഥന അംഗീകരിച്ച് തിരുസഭയിൽ നടപ്പാക്കി. പഴയ പഞ്ചാംഗമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ റോമാ സിംഹാസനത്തെ അനുസ്മരിക്കുന്ന തിരുനാൾ ദിവസമാണ് ഇന്ന്. പ്രിയമുള്ളവരെ, കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ പ്രിസ്കായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.